നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്താ ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നേ? പിന്നെ അന്തം വിടാതിരിക്കൂ. ആദ്യം കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റിയില്ല, ഇപ്പൊ മനസ്സിലായി ഈ ഇരട്ടവേഷം എന്താണെന്ന്. മുരുകൻ ഓർമ്മയുണ്ടോ എന്നെ? പിന്നെ മറക്കാൻ പറ്റുമോ? രാഘവേട്ടന്റെ മാവില് എത്ര കല്ലെറിഞ്ഞവരാ ഞങ്ങള്. ഉള്ളത് പറയാലോ, ചെറുപ്പമായിരുന്നെങ്കിലും അന്നും ഈ നാടിന്റെ രക്ഷകരായിരുന്നു നിങ്ങൾ. അതിലും മുരുകനെല്ലാം ഇട്ടെറിഞ്ഞ് പൊക്കളഞ്ഞില്ലേ? പാവം ദേവരാജൻ കുത്തുകൊണ്ട് മരിക്കുകയും ചെയ്തു. പിന്നെ ഞങ്ങൾക്ക് ഈ കൃഷ്ണ മുതലാളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. പോലീസിൽ പിടികൊടുക്കേണ്ടി വരുമെന്നായപ്പോ ഇവ നാട് വിടുകയും ചെയ്തു. അല്ല മുരുക, ഇപ്പോ എന്താ തോന്നിയത് മടങ്ങി വരാൻ? ഞാൻ നിർബന്ധിച്ച് വിളിച്ചു വരുത്തിയതാന്നേ. നാളെ അച്ഛന്റെ ശ്രാദ്ധമാ. ഇന്നുവരെ ഇവനൊന്ന് ബലിയിട്ട് പ്രാർത്ഥിച്ചില്ലല്ലോ. ഇനിയിപ്പോ അച്ഛൻ അങ്ങനെ ഒരു വിഷമം ഉണ്ടെങ്കിൽ അതങ്ങ് തീർന്നോട്ടെ എന്ന് വെച്ചു. എന്തായാലും അത് നന്നായി കൃഷ്ണ മുതലാളി. പറ്റിയാല കൊച്ചു പത്രോസിനെയും പോയി കണ്ടേക്ക് കേട്ടോ മുരുക. അന്നത്തെ മുരുകന്റെ വെട്ടുണ്ടല്ലോ, കിടത്തിക്കളഞ്ഞു കൊച്ചു പത്രോസിനെ. കുരിശുമൂട്ടിലെ വൻമരത്തിന്റെ കടക്കെ തന്നെയല്ലേ മുരുകൻ വെട്ടിയത്. കിടക്കേന്ന് എണീറ്റിട്ടില്ല എന്നോളാം. ചെന്നൊരു മാപ്പ് പറയുന്നതിൽ തെറ്റ് കാണില്ല. ഏയ്, അതൊന്നും വേണ്ടാന്നേ.